ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. കഥ കേൾക്കാനിരിക്കുന്ന എല്ലാവർക്കും കൃഷ്ണാസ് സ്റ്റോറി ടൈമിലേക്ക് സ്വാഗതം. സചിത്ര രാമായണം കഥ കേൾക്കാം. എല്ലാവർക്കും ശ്രീരാമചന്ദ്ര ഭഗവാന്റെ അനുഗ്രഹാശിസ്സുകൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ഭാഗത്തിലേക്ക് കടക്കുന്നതിന് മുൻപായി നമ്മുടെ ചാനൽ ആദ്യമായി വിസിറ്റ് ചെയ്യുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുമെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്തിടുക. എങ്കിലേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കൃത്യമായി ലഭിക്കുകയുള്ളൂ. നിങ്ങളുടെ ലൈക്ക്, ഷെയർ, കമൻറ്റ് എന്നിവ കൂടി നൽകി ഈ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക. ഇന്നത്തെ ഭാഗത്തിലേക്ക്. ഓം ശ്രീരാമചന്ദ്രായ നമഃ. ഇന്നത്തെ വീഡിയോയിൽ 2-3 വധങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. യുദ്ധമല്ലേ. ഇന്നത്തെ ഭാഗം ധൂമ്രാക്ഷവധം. വാനരന്മാരുടെ ആഹ്ലാദത്തോടുള്ള ആർപ്പുവിളി അരമനയിലിരുന്ന് രാവണൻ കേട്ടു. ആ രാക്ഷസേശ്വരന് ആശ്ചര്യമായി. ആപത്തിലായിരിക്കുന്ന കപികൾ എന്താണിങ്ങനെ ആർപ്പു വിളിക്കുന്നത്? ഒരു പക്ഷേ ഇന്ദ്രജിത്തിൻ്റെ ശരബന്ധനത്തിൽ നിന്ന് രാമലക്ഷ്മണന്മാർ മുക്തരായോ? കപികളുടെ സന്തോഷത്തിൻ്റെ കാരണങ്ങൾ അറിഞ്ഞു വരാൻ സമർത്ഥരായ ചാരന്മാരെ രാവണൻ അയച്ചു. രാജാജ്ഞ കേട്ട രാക്ഷസ ചാരന്മാർ ഉയർന്ന മതിലുകളിൽ കയറി നിന്ന് വാനരപ്പടയെ നിരീക്ഷിച്ചു. അപ്പോഴാണ് നാഗാസ്ത്രങ്ങളെല്ലാം അഴിഞ്ഞ് ഉജ്ജ്വല ദീപ്തിയോടെ നിൽക്കുന്ന ദശരഥപുത്രന്മാരെ അവർ കണ്ടത്. രാമലക്ഷ്മണന്മാരെ ജീവനോടെ കണ്ട രാക്ഷസന്മാർ സംഭ്രാന്ത ചിത്തരായി രാവണ സന്നിധിയിലേക്ക് പാഞ്ഞു. തിരുമേനി, വടക്ക് ഭാഗത്ത് ഇപ്പോൾ വർദ്ധിച്ച വീര്യത്തോടെ രാമലക്ഷ്മണന്മാർ നിൽക്കുകയാണ്. ഇന്ദ്രജിത്തിൻ്റെ നാഗാസ്ത്ര ബന്ധനത്തെ അവർ അതിജീവിച്ചു. കയറുകൊണ്ട് കെട്ടിവരിയപ്പെട്ട മതഗജങ്ങൾ അവ പൊട്ടിച്ചെറിയുന്ന പോലെ നാഗാസ്ത്രങ്ങളിൽ നിന്നവർ മോചിതരായി. ചാരന്മാരുടെ ഈ വാക്കുകൾ കേട്ട രാവണൻ്റെ മുഖം മങ്ങി പാരവശ്യത്തോടെ നെടുവീർപ്പിട്ടു. അത്യന്ത വിനാശകരമായ നാഗാസ്ത്ര ബന്ധനത്തെ അതിജീവിച്ചവരെ അടരിൽ തോൽപ്പിക്കുക അസാധ്യമാണെന്ന് ദശാനന് ബോധ്യമായി. വാസുകിയുടെ പ്രതാപമുള്ള ബാണങ്ങളാണ് വെറുതെ ആയത്. കോപം കൊണ്ട് രാവണൻ ചീറി ചുറ്റും നോക്കി. പിന്നീട് ധൂമ്രാക്ഷനെ വിളിച്ച് വമ്പിച്ച പടയോടുകൂടി പോയി രാമലക്ഷ്മണന്മാരെ നിഗ്രഹിച്ചു വരാൻ കൽപ്പന കൊടുത്തു. ധൂമ്രാക്ഷൻ സേനാപതിയോട് പടയൊരുക്കാൻ ആവശ്യപ്പെട്ടു. ധൂമ്രാക്ഷൻ്റെ നേതൃത്വത്തിൽ രാക്ഷസസേന ആർപ്പുവിളിയോടെ പടനിലത്തേക്ക് പുറപ്പെട്ടു. അതിശക്തന്മാരായ രാക്ഷസന്മാർ ധൂമ്രാക്ഷന് അകമ്പടി സേവിച്ചു. ശൂലം, മുസലം, മുൾത്തടി, ഗദ, മഴു, കുന്തം, പരിഘം തുടങ്ങി എല്ലാ വിധത്തിലുള്ള ആയുധങ്ങളും അവർ വഹിച്ചു. പൊന്നണിഞ്ഞ തേരിൽ പോരിനിറങ്ങിയ ധൂമ്രാക്ഷനെ അപശകുനങ്ങൾ പേടിപ്പെടുത്തി. ഒരു കഴുകൻ പറന്നു വന്ന് തേരിലിരുന്നു. കബന്ധങ്ങൾ യാത്ര പുറപ്പെട്ട ധൂമ്രാക്ഷന് മുന്നിൽ വന്നു വീണു. മാംസം ഭക്ഷിക്കുന്ന പക്ഷികൾ കൊടിമരത്തിലെത്തി. മേഘങ്ങൾ രക്തം വർഷിച്ചു. ഭൂമി ചലിച്ചു. ദിക്കുകൾ ഇരുണ്ടു. ധൂമ്രാക്ഷൻ്റെ മുന്നിൽ മഹാസാഗരം പോലെ വാനരപ്പട പരന്നു നിന്നു. യുദ്ധക്കൊതിയന്മാരായ വാനരന്മാർക്ക് ധൂമ്രാക്ഷൻ്റെ വരവ് ആഹ്ലാദമുണ്ടാക്കി. രാക്ഷസന്മാരും കപികളും തമ്മിൽ ഉഗ്ര സംഘട്ടനം തുടങ്ങി. കപികൾ മരങ്ങളും പർവ്വതശൃംഗങ്ങളും രാക്ഷസന്മാർക്ക് നേരെ എറിഞ്ഞു. വിചിത്രങ്ങളായ ശൂലങ്ങളും പരിഘങ്ങളും കപികളെ മുറിപ്പെടുത്തി. ശക്തന്മാരായ വാനരപ്പടയെ പിളർത്തിക്കൊണ്ട് ധൂമ്രാക്ഷൻ മുന്നേറി. ശ്രീരാമസ്വാമി ജയിക്കട്ടെ എന്നാർത്ത് വിളിച്ചുകൊണ്ട് കപികൾ ധൂമ്രാക്ഷൻ്റെ നേരെ പാഞ്ഞടുത്തു. അവർ ശത്രുക്കളെ കടിച്ചു കീറി. കല്ലുകൊണ്ടും മരം കൊണ്ടും എറിഞ്ഞ് കൊലപ്പെടുത്തി. ഇതു കണ്ട ധൂമ്രാക്ഷൻ കുപിതനായി. എന്നാൽ വാനരന്മാരെ കൊണ്ട് പൊറുതിമുട്ടിയ രാക്ഷസരാകട്ടെ പതുക്കെ പിന്മാറാൻ തുടങ്ങി. സൈന്യം പിന്തിരിയുന്നത് കണ്ട ധൂമ്രാക്ഷന് കോപമടക്കാൻ കഴിഞ്ഞില്ല.
കൈവശമുള്ള എല്ലാ ആയുധങ്ങളും അവർ കപികളുടെ നേരെ പ്രയോഗിച്ചു. വാനരന്മാർ പോലും രക്തം വാർന്ന് യുദ്ധഭൂമിയിൽ വീണു. അത്രമേൽ പോർക്കരുത്ത് ധൂമ്രാക്ഷൻ അവിടെ കാണിച്ചു. വാനര രാക്ഷസ യുദ്ധം വർണ്ണിക്കാനാവാത്തതായി. ആയുധങ്ങൾ കൊണ്ട് പോർക്കളം മൂടി വാളേന്തി അട്ടഹസിച്ച് പാഞ്ഞു നടന്ന ധൂമ്രാക്ഷൻ വാനരന്മാരെ 8 ദിക്കിലേക്കും പായിച്ചു. ഇത് കണ്ട് സഹികെട്ട വായുപുത്രൻ വലിയൊരു പാറയുമെടുത്ത് ധൂമ്രാക്ഷൻ്റെ നേരെ ചെന്നു. ആ രാക്ഷസൻ്റെ നേരെ തൻ്റെ കയ്യിലിരുന്ന പാറ ഊക്കോടെ എറിഞ്ഞു. മെയ്വഴക്കം കൊണ്ട് ധൂമ്രാക്ഷൻ പെട്ടെന്ന് തേരിൽ നിന്ന് ചാടി ജീവൻ രക്ഷിച്ചു. ഹനുമാൻ ഒരു വൻ മരം പിഴുതെടുത്ത് രാക്ഷസന്മാരെ തലങ്ങും വിലങ്ങും അടിച്ചു തുടങ്ങി. രാക്ഷസർ രക്തം വാർന്ന് അവശരായി വീണു. കോപിഷ്ഠനായ ധൂമ്രാക്ഷൻ ഗദ കയ്യിലെടുത്ത് ഓടിച്ചെന്ന് ഹനുമാന്റെ ശിരസിൽ ഊക്കോടെ ഒന്നടിച്ചു. ഹനുമാനാകട്ടെ ഒരു പർവ്വതശൃംഗം പറിച്ചെടുത്ത് ആ രാക്ഷസന്റെ നേരെ എറിഞ്ഞു. അതിനു കീഴിൽപ്പെട്ട് ധൂമ്രാക്ഷൻ്റെ എല്ലാ അവയവങ്ങളും ചിതറിത്തെറിച്ചുപോയി. ഒരു മാമല പോലെ യുദ്ധഭൂമിയിൽ മരിച്ചു വീണ ധൂമ്രാക്ഷനെ കണ്ടതും രാക്ഷസസേന പിന്തിരിഞ്ഞ് ഓടുവാൻ തുടങ്ങി. ഹനുമാന്റെ കൈക്കരുത്തിൽ നിന്ന് രക്ഷപ്പെട്ടവർ രാവണന്റെ മുന്നിൽ അഭയം തേടി. അനേകായിരം രാക്ഷസന്മാർ ആ യുദ്ധത്തിൽ കാലപുരി പോകി. എണ്ണുവാൻ കഴിയാത്തത്ര ശത്രുക്കളെ ഒറ്റയ്ക്ക് വകവരുത്തിയ ഹനുമാനെ കപികുലം ഒന്നായി അഭിനന്ദിച്ചു. വജ്രദംഷ്ട്രവധം. ധൂമ്രാക്ഷന്റെ മരണം രാവണനെ അത്യധികം കോപാകുലനാക്കി. അരിശമൊതുക്കിയ ദശാനനൻ കരുത്തനും യുദ്ധപരാക്രമിയുമായ വജ്രദംഷ്ട്രനോട് യുദ്ധത്തിന് പുറപ്പെടാൻ കൽപ്പിച്ചു. അനേകം സൈനികരുമായി മായാവിയായ ആ രാക്ഷസൻ യുദ്ധത്തിന് പുറപ്പെട്ടു. മഹാവിക്രമശാലികളായ അനേകം രാക്ഷസന്മാർ വജ്രദംഷ്ട്രനെ അനുഗമിച്ചു. കനക കിരീടവും തോൾവളകളും പോർച്ചട്ടയും വജ്രദംഷ്ട്രൻ ധരിച്ചിരുന്നു. ആനകൾ, ഒട്ടകങ്ങൾ, കുതിരകൾ, കഴുതകൾ എന്നിവ അടങ്ങുന്ന സേനാവ്യൂഹമായിരുന്നു ആ രാക്ഷസൻ്റേത്. അംഗദൻ കാത്തുകൊണ്ടിരിക്കുന്ന തെക്കേ ഗോപുരവാതിലിലേക്കാണ് അവർ ചെന്നത്. ആ സമയത്തും അനേകം ദുർനിമിത്തങ്ങൾ കാണപ്പെട്ടു. കുറുക്കന്മാർ ഓരിയിട്ടു. ഇത് കണ്ട് രാക്ഷസപ്പടയെ അകാരണമായ ഭീതി പിടികൂടി. അല്പം വിഷമിച്ചാണെങ്കിലും അവർ ധൈര്യം സംഭരിച്ചു. അസുരപ്പടയെ കണ്ട് വാനരന്മാർ സിംഹനാദം മുഴക്കി. പാഞ്ഞു വന്ന രാക്ഷസന്മാരുടെ ശിരസ്സുകൾ അവർ പാറ കൊണ്ട് അരിഞ്ഞിട്ടു. ക്രോധം കൊണ്ട് ചുവന്ന കണ്ണുകളോടെ വജ്രദംഷ്ട്രൻ മുന്നിൽ കണ്ട കവികളെ നിഗ്രഹിച്ച് യുദ്ധക്കളത്തിലെത്തിയ യമധർമ്മനെ പോലെ എവിടെയും പാഞ്ഞു നടന്നു. ഇതുകണ്ട് ധൈര്യം ലഭിച്ച രാക്ഷസർ കവിമുഖ്യരെ ആക്രമിച്ചു തുടങ്ങി. ഇത്രയും ആയപ്പോഴേക്കും അംഗദകുമാരൻ വജ്രദംഷ്ട്രന് നേരെ ചീറിയെടുത്തു. ആ രാക്ഷസൻ അംഗദന്റെ മേലാകെ അമ്പുകൾ കൊണ്ട് നിറച്ചു. അംഗദൻ ഒരു വൻമരം പിഴുതെടുത്ത് വജ്രദംഷ്ട്രനെ എതിരിട്ടു. രാക്ഷസൻ ആ മരത്തെ അമ്പുകൾ കൊണ്ട് അരിഞ്ഞ് കഷ്ണങ്ങളാക്കി. ഹതാശനായ അംഗദൻ ഒരു മല പൊക്കിയെടുത്ത് രാക്ഷസന്റെ നേരെ എറിഞ്ഞു. അത് വീണ് രഥം തവിടുപൊടിയായി. സൂതനും അശ്വങ്ങളും യമലോകത്തെത്തി. അംഗദനെ കൊല്ലാനായി രാക്ഷസൻ ഗദയുമോങ്ങി ഓടിയെടുത്തു. കൈക്കരുത്തിൽ മികവുള്ള അംഗദൻ ആ ഗദ പിടിച്ചു വാങ്ങി. പിന്നെ നടന്നത് മുഷ്ടിയുദ്ധമാണ്. ഒടുവിൽ ആ രാക്ഷസപ്രമാണിയുടെ ശിരസ് അംഗദന്റെ വാളിനിരയായി നിലത്ത് വീണുരുണ്ടു. അതോടെ രാക്ഷസസേന യുദ്ധം മതിയാക്കി കോട്ടയ്ക്കുള്ളിലേക്ക് പിന്മാറി. അകമ്പനവധം. അടുത്തതായി യുദ്ധത്തിന് രാവണൻ നിയോഗിച്ചത് അകമ്പനനെയാണ്. സർവശസ്ത്രാസ്ത്രങ്ങളും അറിയുന്ന ആ രാക്ഷസൻ പടയെ മുഴുവൻ രക്ഷിക്കാൻ കെൽപ്പുള്ളവനാണ്. രാവണനോട് ഏറെ ഭയഭക്തി ബഹുമാനങ്ങളുള്ള അകമ്പനൻ അനേകം പടകളോടുകൂടിയ യുദ്ധക്കളത്തിലെത്തി. അതിബലവാന്മാരായ കപികളും ശക്തന്മാരായ രാക്ഷസന്മാരും തമ്മിൽ ഘോര യുദ്ധം ആരംഭിച്ചു. എങ്ങും പൊടിപടലങ്ങൾ ഉയർന്നു. ആക്രോശങ്ങളും വിലാപങ്ങളും കൊണ്ട് അന്തരീക്ഷം മുഖരിതമായി.
പൊടി മൂലം ആർക്കും പരസ്പരം കാണാൻ പോലും കഴിയാതെയായി. കണ്ണ് കാണാനാവാഞ്ഞത് മൂലം ഇരു കൂട്ടരും സ്വന്തം പക്ഷത്തെയും മറുപക്ഷത്തെയും ആക്രമിച്ചു കൊണ്ടിരുന്നു. കബന്ധങ്ങൾ കൊണ്ട് യുദ്ധഭൂമി നിറഞ്ഞു. നളനും ദ്വിവിധനും മൈന്ദനും ശത്രുപക്ഷത്തേക്ക് ഇരച്ചു കയറി. ഇതുകണ്ട് അകമ്പനൻ തേരതിശക്തരായ കവിപ്രമുഖരുടെ അടുത്തേക്ക് തിരിച്ചുവിട്ടു. അകമ്പനൻ്റെ ശരവർഷം തടുക്കാൻ കഴിയാതെയായി. മരങ്ങളും ശൃംഗങ്ങളും തകർന്നിരിക്കുന്നു. രഥത്തിനടിയിൽപ്പെടുന്ന വാനരന്മാരെ രക്ഷിക്കാനായി വായുപുത്രൻ പാഞ്ഞു വന്നു. വാനരന്മാർ ഹനുമാന് ചുറ്റും ഓടിയെത്തി. ഹനുമാൻ ശക്തിയായി എറിഞ്ഞ ഒരു മഹാശില അകമ്പനൻ ശരമെയ്ത് തകർത്തു. ഒട്ടും സമയം കളയാതെ ഒരു മരം പിഴുതെടുത്ത് ഹനുമാൻ മുന്നോട്ട് കുതിച്ചു. ആയിരക്കണക്കിന് രാക്ഷസന്മാർ മരിച്ചു വീണു. ബാക്കി വന്നവർ വന്ന വഴിക്ക് തിരിഞ്ഞോടി. ഹനുമാന് നേരെ ഹതാശനായ അകമ്പനൻ തുടരെ അമ്പുകൾ തൊടുത്തുവിട്ടു. അമ്പുകളാൽ ചുറ്റപ്പെട്ട മാമല പോലെ ഹനുമാൻ കാണപ്പെട്ടു. ക്രുദ്ധനായ മാരുതി ഒരു മഹാവൃക്ഷം പറിച്ചെടുത്ത് അകമ്പനനെ അടിച്ചു കൊന്നു. വാനരപ്പട വിജയാരവം മുഴക്കവേ രാക്ഷസന്മാർ പേടിച്ചരണ്ട് പിന്നോട്ട് തിരിഞ്ഞു നോക്കിക്കൊണ്ട് ലങ്കയിലേക്ക് വെച്ച് പിടിച്ചു. പ്രഹസ്തവധം. അകമ്പനവധം അറിഞ്ഞതോടെ രാവണൻ്റെ ധൈര്യമെല്ലാം ചോർന്നു തുടങ്ങി. അല്പനേരം മൗനമായിരുന്നു ചിന്തിച്ചു. മന്ത്രിമാരുമായി ആലോചിച്ച ശേഷം രാക്ഷസപ്പടയെ വീക്ഷിക്കുവാൻ അരമന വിട്ട് പുറത്തു വന്നു. ആ വൻപടയെ നോക്കിക്കണ്ട രാവണൻ തൻ്റെ സേനാപതിയായ പ്രഹസ്തനെ വിളിച്ചു. വാനരപ്പടയുടെ കടന്നുകയറ്റത്തെ നേരിടാൻ ശക്തമായ യുദ്ധമല്ലാതെ മറ്റൊരു മാർഗമില്ല. ഇനി യുദ്ധത്തിൻ്റെ ചരടു പിടിക്കാൻ പോകേണ്ടത് ഞാനോ, സൈന്യാധിപനായ അങ്ങോ, കുംഭകർണനോ, നികുംഭനോ, ഇന്ദ്രജിത്തോ ആയിരിക്കണം. ശ്രീരാമലക്ഷ്മണന്മാരെയും സുഗ്രീവാദികളെയും തോൽപ്പിച്ചോടിക്കാൻ ശക്തിയുള്ളവൻ സേനാപതിയായ നിങ്ങളാണ്. പരാജയം മുന്നിൽ കാണുമ്പോൾ രാമൻ നിങ്ങളുടെ മുന്നിൽ അഭയത്തിനായെത്തും. ഏതായാലും വിജയം സംശയമുള്ള യുദ്ധത്തിൽ വിജയിക്കുന്നതിലാണ് മഹത്വം നിലകൊള്ളുന്നത്. ആപത്തുകളെ ആശ്രയിച്ചാണ് എപ്പോഴും ശ്രേയസ്സിരിക്കുന്നത്. പ്രഹസ്തൻ അതിന് ഉചിതമായ മറുപടി നൽകി. മഹാപ്രഭോ, ഇക്കാര്യങ്ങൾ നമ്മൾ നേരത്തെ ചർച്ച ചെയ്തതാണ്. സീതയെ തിരികെ നൽകിയാൽ നന്മയുണ്ടാകുമെന്നും അല്ലെങ്കിൽ യുദ്ധം ചെയ്യേണ്ടി വരുമെന്നും ഞാൻ അന്നു പറഞ്ഞിരുന്നു. അതുപോലെ സംഭവിക്കുകയും ചെയ്തു. എന്നെ എന്നും സംരക്ഷിക്കുകയും സമ്മാനങ്ങൾ നൽകി ആദരിക്കുകയും ചെയ്തിട്ടുള്ള പ്രഭുവിനോട് എനിക്ക് തീർക്കാൻ കഴിയാത്ത കടപ്പാടുണ്ട്. അങ്ങയുടെ ആജ്ഞ ഞാൻ ശിരസാ വഹിക്കുന്നതാണ്. ഞങ്ങളുടെ കൺകണ്ട ദൈവത്തിനു വേണ്ടി ജീവാർപ്പണം ചെയ്യാനും ഞാൻ തയ്യാറാണ്. സർവസന്നാഹങ്ങളോടും കൂടി ചതുരംഗപ്പടയെ ഒരുക്കി കൂട്ടി പ്രഹസ്തൻ പോരിനിറങ്ങി. തീക്ഷ്ണങ്ങളായ ആയുധങ്ങൾ അവർ എടുത്തു. പ്രഹസ്തൻ അഗ്നിഹോമങ്ങൾ ചെയ്തു. മന്ത്രങ്ങൾ ജപിച്ച മാലകൾ ബ്രാഹ്മണരിൽ നിന്ന് വാങ്ങി. സൂര്യചന്ദ്രന്മാർക്കൊപ്പം തേജസ്സുള്ള രഥത്തിലേറി പടക്കളത്തിലെത്തി. അകമ്പടിക്കായി നരാന്തകൻ, മഹാനാഥൻ, കുംഭകൻ എന്നിവർ അടുത്തുനിന്നു. നഗരം ഞടുങ്ങുമാറ് ഭേരി മുഴക്കി അവർ മുന്നോട്ടാഞ്ഞു. ഇത് കേട്ട് വാനരപ്പടയും സിംഹഗർജനം മുഴക്കി യുദ്ധസന്നദ്ധരായി. ദുശ്ശകുനങ്ങൾ പ്രഹസ്തനെയും വിടാതെ പിടികൂടി. മാംസം ഭക്ഷിക്കുന്ന പക്ഷികൾ വട്ടമിട്ടു പറന്നു. കൊള്ളിമീനുകൾ താഴേക്ക് വന്നു. സ്വർണധ്വജത്തിൽ കഴുകന്മാർ തെക്കോട്ട് നോക്കിയിരുന്നു. സാരഥിയുടെ കയ്യിലെ ചമ്മട്ടി കൈവിട്ട് താഴെ വീണു. കിഴക്കേ കോട്ടയിലെത്തിയ പ്രഹസ്തനെ വാനരപ്പട സർവശക്തിയുമെടുത്ത് തടഞ്ഞു. നരാന്തകനും കുംഭകനും മഹാനാഥനും കപികുലത്തിന് വമ്പിച്ച നാശനഷ്ടങ്ങൾ ഉണ്ടാക്കി. ദ്വിവിധൻ വന്ന് നരാന്തകനോട് ഏറ്റുമുട്ടി. താരൻ കുംഭകനെയും ജാമ്പവാൻ മഹാനാഥനെയും വധിച്ചു. തൻ്റെ സഹായികളെ കൊല ചെയ്തതിൽ കോപം പൂണ്ട പ്രഹസ്തൻ വാനരപ്പടയെ ചഞ്ചലമാക്കി. രണഭൂമി മുഴുവൻ രക്തം കൊണ്ട് നിറഞ്ഞു. മഹാരഥനായ പ്രഹസ്തൻ അസ്ത്രങ്ങൾ എയ്ത് കപികുലത്തെ മുടിക്കുന്നത് ദൂരെ നിന്ന് നീലൻ കണ്ടു.
അവിടേക്ക് ഓടി വന്ന നീലന് നേരെ പ്രഹസ്തൻ തേര് തിരിച്ചു. നീലന് നേരെ അമ്പുകൾ പാഞ്ഞു വന്നു. നീലനാകട്ടെ കാളക്കൂറ്റൻ മഴ നനയും പോലെ കണ്ണടച്ചനങ്ങാതെ നിന്നു. അതോടെ നീലന് ക്രോധം മുഴുത്തു. വലിയ ഒരു മരം പിഴുതെടുത്ത് പ്രഹസ്തൻ്റെ രഥം തച്ചുടച്ചു. അമ്പരന്ന് നിന്ന ആ രാക്ഷസൻ്റെ വില്ല് തട്ടിപ്പറിച്ച് ഓടിച്ചു കളയുകയും ചെയ്തു. ഇന്ദ്രനും വൃത്രാസുരനും എന്ന പേരിൽ അവർ ഏറ്റുമുട്ടി. പ്രഹസ്തൻ ഉലക്ക കൊണ്ട് നീലൻ്റെ തലയ്ക്ക് ആഞ്ഞൊരടി കൊടുത്തു. ആ തിരുനെറ്റി പിളർന്നു. കോപാന്തനായ വാനരപ്രമാണി അടുത്തു നിന്നൊരു മലയെടുത്തെറിഞ്ഞു. പ്രഹസ്തൻ്റെ ജീവൻ അപഹരിക്കാൻ അത് ധാരാളം മതിയായിരുന്നു. അതിസന്തുഷ്ടരായ വാനരന്മാർ ശ്രീരാമസന്നിധിയിലെത്തി. അടുത്ത ഭാഗം രാവണ കിരീടഭംഗം. പ്രഹസ്തവധത്തോടെ രാക്ഷസസേന ആയുധമെല്ലാം അടർക്കളത്തിൽ ഉപേക്ഷിച്ച് ഓടിപ്പോയി. നീലനും തൻ്റെ സേനാപതിയെ വധിച്ച വാർത്ത കേട്ട് രാവണൻ ക്രുദ്ധനായി. മറ്റാരെയും പകരത്തിന് വിടാതെ താൻ തന്നെ പോരിനിറങ്ങുവാൻ ആ രാക്ഷസപ്രമാണി തീരുമാനിച്ചു. ഇനി താമസിച്ചുകൂടാ. ഇന്ദ്രനെ ഭയപ്പെടുത്തിയ പ്രഹസ്തനാണ് മരിച്ചത്. പ്രഹസ്തനെ കൊന്നവരെ വെറുതെ വിട്ടുകൂടാ. ഇന്ന് വാനരപ്പടയെയും രാമലക്ഷ്മണന്മാരെയും ഞാൻ ഇല്ലായ്മ ചെയ്യും. അഗ്നിയെപ്പോലെ തിളക്കമാർന്ന രഥത്തിൽ രാവണൻ യുദ്ധസന്നദ്ധനായി പുറപ്പെട്ടു. സിംഹനാദവും ഭേരിയും സ്തുതിക്കലും ഒത്തുചേർന്ന് അന്തരീക്ഷം പ്രകമ്പനം കൊണ്ടു. അപാരസാഗരം പോലെ ഇരമ്പി നിന്ന വാനരപ്പടയെ ദശഗ്രീവൻ ഒന്നു നോക്കി. ഈ പുറപ്പാട് എന്തിനുള്ളതാണെന്ന് ആയുധധാരിയായി അടുത്തു നിൽക്കുന്ന വിഭീഷണനോട് രാമൻ ചോദിച്ചു. ആരെല്ലാമാണ് കടലിളക്കം പോലെ വരുന്നതെന്ന് വിഭീഷണൻ ശ്രീരാമന് പറഞ്ഞുകൊടുത്തു. അതികായൻ, മഹോദരൻ, പിശാചൻ, ത്രിശിരസ്, കുംഭൻ, നികുംബൻ, നരാന്തകൻ, ഇന്ദ്രജിത്ത് എന്നീ രാക്ഷസരെ അദ്ദേഹം കാട്ടിക്കൊടുത്തു. അവർക്ക് മുന്നിൽ ചന്ദ്രസുന്ദരമായ വെൺകൊറ്റക്കുട ചൂടി വരുന്നതാണ് രാക്ഷസ ചക്രവർത്തിയായ രാവണനെന്ന് വിഭീഷണൻ ചൂണ്ടിക്കാട്ടി. ഭൂതഗണങ്ങളെ കൊണ്ട് ചുറ്റപ്പെട്ട രുദ്രനെ പോലെ ശോഭിച്ചു രാവണൻ. രാക്ഷസ ചക്രവർത്തി അഗ്നിയെപ്പോലെ തേജസ്സാർന്നവനാണെന്ന് രാമൻ വിഭീഷണനോട് പറഞ്ഞു. തുടർന്ന് ലക്ഷ്മണന് രാവണനെ കാട്ടിക്കൊടുക്കുകയും ചെയ്തു. എൻ്റെ പ്രിയതമ സീതയെ അപഹരിച്ച ഇവനെ ഇപ്പോൾ തന്നെ നിഗ്രഹിച്ചില്ലെങ്കിൽ എനിക്ക് സുഖമുണ്ടാകില്ല എന്ന് പറഞ്ഞ് രാമൻ കോദണ്ഡം ഉയർത്തി അമ്പു തൊടുത്തു. മഹാസാഗരത്തെ രണ്ടായി പിളർത്തി ഒരു വലിയ മത്സ്യം മുമ്പോട്ട് പോകും പോലെ രാവണൻ വാനരപ്പടയ്ക്ക് ഉള്ളിലേക്ക് കടന്നു. തൻ്റെ പടയ്ക്ക് നാശം ചെയ്യുന്നത് കണ്ട് പാഞ്ഞു വന്ന സുഗ്രീവൻ ഒരു ഗിരിശൃംഗം പൊക്കിയെടുത്ത് രാവണന് നേരെ എറിഞ്ഞു. നിശിത ബാണങ്ങൾ കൊണ്ട് രാവണൻ ആ മല തകർത്തു കളഞ്ഞു. മറ്റൊരു ബാണം സുഗ്രീവൻ്റെ മർമ്മത്ത് തന്നെ കൊണ്ടു. ആ മഹാരഥൻ പടക്കളത്തിൽ വീഴുകയും ചെയ്തു. അതു കണ്ട രാക്ഷസന്മാരിൽ ആർത്തു വിളിച്ചിരുന്നു. ഉടനെ ഗവാക്ഷൻ, ഗവയൻ, സുദംഷ്ട്രൻ, ഋഷഭൻ, നഭൻ തുടങ്ങിയവർ മലകളും മരങ്ങളും രാവണന് നേരെ തുരുതുരാ വർഷിച്ചു. അവയെല്ലാം രാവണൻ്റെ അമ്പുകൾക്ക് ഇരയായി തകർന്നുപോയി. നിവൃത്തിയില്ലാതെ വാനരന്മാർ ശ്രീരാമൻ്റെ അടുത്ത് അഭയം പ്രാപിച്ചു. പോരിനിറങ്ങിയ രാമനെ തടഞ്ഞുകൊണ്ട് ലക്ഷ്മണൻ പറഞ്ഞു, പ്രഭോ, ലങ്കാ ചക്രവർത്തിയെ കൊല്ലുവാനുള്ള അവസരം എനിക്ക് തരൂ, എന്നെ അനുഗ്രഹിക്കൂ. രാമൻ ലക്ഷ്മണനെ അനുഗ്രഹിച്ച് അയക്കുകയും ചെയ്തു. ഈ സമയം ഹനുമാൻ രാവണൻ്റെ മുന്നേറ്റത്തെ തടുക്കുകയായിരുന്നു. കേവലം ഒരു വാനരനാൽ നീ ഇതാ കൊല്ലപ്പെടാൻ പോകുന്നു, ഹനുമാൻ വിളിച്ചു പറഞ്ഞു. എങ്കിൽ നിന്റെ യുദ്ധതന്ത്രങ്ങൾ കാണിക്കൂ, നിനക്ക് പ്രശസ്തി കിട്ടുകയും ചെയ്യും. അല്പം പരിഹാസത്തിൽ രാക്ഷസ ചക്രവർത്തി പറഞ്ഞതും അക്ഷകുമാരൻ്റെ വധം ഹനുമാൻ രാവണനെ ഓർമ്മിപ്പിച്ചു. ഇത് കേട്ടതും കോപിഷ്ഠനായ രാവണൻ എല്ലാ കരുത്തും സമാഹരിച്ച് ഹനുമാനെ ഒന്ന് പ്രഹരിച്ചു. അരക്ഷണ നേരത്തേക്ക് മാരുതി അടിമുടി വിറച്ചുപോയി. പിന്നെ
തൻ്റെ കരുത്ത് തെളിയിക്കാനായി ഹനുമാൻ രാവണനെ ഊക്കോടെ ഒന്ന് പ്രഹരിച്ചു. രാവണൻ ആകെയൊന്ന് ഇളകിയാടി. തനിക്ക് യോജിച്ച പ്രതിയോഗിയെ കിട്ടിയതിൽ രാവണൻ സന്തോഷിച്ചു. എൻ്റെ ഒരു ഇടിക്ക് അങ്ങ് മരിച്ചില്ലല്ലോ, വീമ്പ് പറയാതെ ഒന്നുകൂടി ഇടിക്കൂ, ഹനുമാൻ വിളിച്ചു പറഞ്ഞു. രാവണനാകട്ടെ സർവശക്തിയും കൈകളിലാക്കി ഹനുമാന്റെ നെഞ്ചിൽ തന്നെ ഊക്കിനൊരിടി കൊടുത്തു. മാരുതി നിന്നിടത്തു നിന്നാടി ബോധരഹിതനായി നിലം പതിച്ചു. ഈ കാഴ്ച കണ്ട് നീലൻ ദുഃഖിതനായി രാവണനോട് എതിരിടാൻ പാഞ്ഞണഞ്ഞു. മലകളും മരങ്ങളും രാവണനു നേരെ ആ കപിവരൻ തൊടുത്തുവിട്ടു. രാവണന്റെ അമ്പുകൾക്ക് മുന്നിൽ അവയെല്ലാം ഛിന്ന ഭിന്നമായി പോയി. നീലന്റെ നേരെ ശരങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി വന്നപ്പോൾ തൻ്റെ ശരീരം ചെറുതാക്കി രാവണന്റെ കൊടിമരത്തിലേക്ക് ആ കപിവരൻ ചാടിക്കയറി. പിന്നെ കണ്ടത് നീലന്റെ മെയ്വഴക്കമാണ്. പടനായകനായ നീലൻ ധ്വജാഗ്രത്തിൽ നിന്ന് അപ്രത്യക്ഷമായി. പിന്നെ കണ്ടത് രാവണന്റെ കിരീടത്തിന് മുകളിലാണ്. കണ്ണു ചിമ്മുന്നതിനു മുൻപേ നീലൻ വില്ലിൻ്റെ മുകളിൽ നിൽക്കുന്നു. വീണ്ടും ധ്വജാഗ്രത്തിൽ. ഇങ്ങനെ മാറി മാറി ആ കപിശ്രേഷ്ഠനെ കാണാൻ തുടങ്ങി. രാവണനാകട്ടെ ഇത് കണ്ട് അമ്പരന്നു. വാനരന്മാർ ആർത്തു വിളിച്ചു. കോപിഷ്ഠനായ രാക്ഷസ ചക്രവർത്തി ആഗ്നേയാസ്ത്രമെടുത്ത് ജപിച്ച് നീലന് നേരെ തൊടുത്തുവിട്ടു. പിതാവായ അഗ്നിയുടെ അനുഗ്രഹത്താൽ നീലന് ജീവഹാനി നേരിട്ടില്ല. പക്ഷെ അല്പനേരത്തേക്ക് മൂർച്ഛിച്ചു വീണു. അപ്പോഴാണ് സൗമിത്രി ഇങ്ങനെ വിളിച്ചു പറഞ്ഞത്: ഹേ രാക്ഷസ ചക്രവർത്തി, കൈക്കരുത്ത് കാണിക്കേണ്ടത് എന്നോടാണ്, കുരങ്ങന്മാരോടല്ല. ലക്ഷ്മണന് നേരെ രാവണൻ സപ്താസ്ത്രങ്ങൾ എയ്തുവിട്ടു. എന്നാൽ ലക്ഷ്മണന്റെ വില്ലിൽ നിന്ന് തൊടുത്ത ബാണങ്ങൾ അവയെ അരിഞ്ഞു വീഴ്ത്തി. 20 ശക്തങ്ങളായ ശരങ്ങൾ മാറി മാറി പ്രയോഗിച്ചു. ബ്രഹ്മാവ് നൽകിയ ഒരു അമ്പെടുത്ത് രാവണൻ ലക്ഷ്മണന് നേരെ എയ്തു. അത് ദേഹത്ത് തട്ടിയതും ചെറിയൊരു ബോധക്ഷയം കുമാരനുണ്ടായി. ഉത്തരക്ഷണത്തിൽ ബോധം തെളിയുകയും മൂർച്ചയുള്ള 3 അമ്പുകൾ രാവണനെ ലാക്കാക്കി എയ്തുവിടുകയും ചെയ്തു. ആ ശരങ്ങൾ കൊണ്ട് രാവണ ശരീരത്തിൽ നിന്ന് രക്തം വാർന്നൊഴുകി. ഈ സമയം ബ്രഹ്മനിർമ്മിതവും ആരാലും തടുക്കാനാവാത്തതുമായ വേൽ സൗമിത്രിയുടെ നേർക്കെറിഞ്ഞു. അത് തടുക്കുവാൻ ലക്ഷ്മണകുമാരൻ്റെ അമ്പുകൾക്കായില്ല. ആ വേൽ തിരുനെഞ്ചിൽ തന്നെ കൊണ്ട് അതോടെ ലക്ഷ്മണൻ്റെ പ്രജ്ഞ മങ്ങുകയും ചെയ്തു. ഈ സമയം പാഴാക്കാതെ രാവണൻ ലക്ഷ്മണനെ ഉയർത്തിയെറിയുവാൻ തുനിഞ്ഞു. എന്നാൽ ഒന്ന് ഇളക്കുവാൻ പോലും ആ രാക്ഷസ ചക്രവർത്തിക്ക് കഴിഞ്ഞില്ല. മഹാവിഷ്ണുവിൻ്റെ അംശമായ ലക്ഷ്മണനെ വരായുധങ്ങൾക്ക് ഒന്നും ചെയ്യുവാനാകില്ല എന്ന കാര്യം രാവണനുണ്ടോ അറിയുന്നു. ഈ ക്ഷണം ഹനുമാൻ വന്നെത്തി രാവണനെ ഊക്കോടെ ഒന്ന് പ്രഹരിച്ചു. ആ രാക്ഷസന്റെ മൂക്കിൽ നിന്നും വായിൽ നിന്നും രക്തമൊഴുകാൻ തുടങ്ങി. പിന്നെ സമയം പാഴാക്കാതെ ലക്ഷ്മണനെയും എടുത്ത് ഹനുമാൻ രാമസന്നിധിയിലെത്തി. ശ്രീരാമചന്ദ്രൻ്റെ മുന്നിലെത്തിയതും നെഞ്ചിൽ പതിച്ചിരുന്ന വേൽ പെട്ടെന്ന് അപ്രത്യക്ഷമാവുകയും ചെയ്തു. രാവണൻ ഉണർന്നെഴുന്നേറ്റ് വർദ്ധിച്ച കോപത്തോടെ വാനരന്മാരെ വധിച്ചു തുടങ്ങി. അപ്പോഴാണ് ഹനുമാന്റെ ചുമലിലേറി രാമൻ രാവണനോട് എതിരിടാനെത്തിയത്. ഹേ രാവണ, നിനക്ക് ഇനി എന്നിൽ നിന്ന് രക്ഷപ്പെടാനാവില്ല. ബ്രഹ്മാവിനോ ശിവനോ ഇനി നിന്നെ സംരക്ഷിക്കാനാവില്ല, രാമൻ വിളിച്ചു പറഞ്ഞു. ഇത് ശ്രദ്ധിക്കാതെ രാവണൻ ഹനുമാന് നേരെ ശരവർഷം നടത്തുകയായിരുന്നു. ഇതിനിടെ രാമൻ്റെ കോദണ്ഡത്തിൽ നിന്നും അമ്പുകൾ പുറപ്പെട്ടു തുടങ്ങി. രാവണൻ്റെ രഥം തകർന്നു. സൂതനും അശ്വങ്ങളും കാലപുരി പൂകി. ശക്തമായ മറ്റൊരു ബാണം രാവണൻ്റെ നെഞ്ചിൽ തറച്ചു. രാവണൻ അടിമുടി വിറച്ചു. കയ്യിൽ നിന്ന് ചാപം ഊർന്നു വീണു. കോദണ്ഡത്തിൽ നിന്ന് അർദ്ധചന്ദ്രാകാരമായ ഒരു അസ്ത്രം പുറപ്പെട്ടു. അതോടെ രാക്ഷസ ചക്രവർത്തിയുടെ തലയിൽ ബാലസൂര്യനെ പോലെ പ്രശോഭിച്ചിരുന്ന കിരീടം നിലം പറ്റി. ഇത്രയും ആയപ്പോഴേക്കും ധർമ്മിഷ്ഠനായ ശ്രീരാമചന്ദ്രൻ ഇങ്ങനെ പറഞ്ഞു: ഹേ രാക്ഷസേശ്വര, അങ്ങ് യുദ്ധം ചെയ്ത് തളർന്നിരിക്കുകയാണ്. ഇപ്പോൾ ഞാൻ അങ്ങയെ നിഗ്രഹിക്കുന്നില്ല. പടക്കളത്തിൽ നിന്ന് പൊയ്ക്കൊള്ളാൻ ഞാനിതാ അനുവദിക്കുന്നു. അപമാനിതനായ രാവണൻ അധോമുഖനായി അടർക്കളത്തിൽ നിന്ന് മടങ്ങിപ്പോയി.
ഇതോടുകൂടി ഇന്നത്തെ ഭാഗം അവസാനിപ്പിക്കുന്നു. അടുത്ത ഭാഗം കുംഭകർണ പ്രബോധനം അടുത്ത ദിവസം വായിക്കാം. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.